ഒളിവിൽ കഴിയുന്ന പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ പാലക്കാട്ട് പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുകയാണ്. നഗരത്തിലെ 9 ഇടങ്ങളിലെ സിസിടിവികൾ പോലീസ് പരിശോധിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണാടിയിൽ നിന്ന് മുങ്ങിയത് മുതലുള്ള ദൃശ്യങ്ങളാണ് പരിശോധിക്കുന്നത്. SITയുടെ ആവശ്യപ്രകാരം പാലക്കാട് പോലീസാണ് പരിശോധന നടത്തുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ പരിശോധന പൂർത്തിയായി. 1 മാസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ബാക്കി ദൃശ്യങ്ങൾ റിട്രൈവ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഇക്ബാൽ അറക്കലും ഹരിമോഹനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ. പാലക്കാട്ടെ പരിശോധനകൾ, പ്രത്യേകിച്ചും CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? സുജയ, ഏതായാലും ഇന്നത്തെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. 4 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടെ രാഹുലിന്റെ ഈ കുന്നത്തൂർമേടുള്ള ഫ്ളാറ്റിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചെങ്കിലും അതിജീവിത ഫ്ളാറ്റിലേക്ക് എത്തിയ ദിവസത്തെ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. DVRന്റെ ബാക്കപ്പുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക തകരാറാണ്, അല്ലെങ്കിൽ സാങ്കേതിക വിഷയങ്ങളാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഏതായാലും ഈ DVRൽ നിന്ന് വിവരങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അത് റിട്രീവ് ചെയ്തെടുക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട്. 1 മാസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഏതായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പാലക്കാട്ടെ രാഹുലിന്റെ ഈ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. രാഹുലിന്റെ 2 ഫോണുകൾ ഈ പാലക്കാട് ഫ്ളാറ്റിന് സമീപത്ത് തന്നെയായിരുന്നു ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നു. പക്ഷേ ഈ ഫ്ളാറ്റിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ ഈ ഫോണുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. രാഹുലിന്റെ MLA ഓഫീസിലെ ജീവനക്കാരിൽ ഒരാൾ ഈ പരിശോധന നടക്കുമ്പോൾ ഈ ഫ്ളാറ്റിനകത്തുണ്ടായിരുന്നു. ഈ ജീവനക്കാരനിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തെങ്കിലും കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും രാഹുൽ പോയ വഴിയെ സഞ്ചരിച്ച് രാഹുലിനെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കുന്നുണ്ട്. കണ്ണാടി മുതൽ രാഹുൽ സഞ്ചരിച്ച മേഖലകളിലെ CCTV ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ പോലീസ് പരിശോധിക്കുകയാണ്. രാഹുലിന്റെ വാഹനം ഈ പാലക്കാട് നഗരത്തിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് രാഹുലിന്റെ റൂട്ട് തേടി CCTVകൾ പരിശോധിക്കുകയാണ്. ഹരിമോഹൻ, ഗുഡ് ഈവനിംഗ്. വല വിരിച്ചിട്ട് കുറെ നേരമായി, അതായത് 3 ദിവസമായി. ഇതുവരെയും ആ വലയിൽ MLA കുടുങ്ങിയിട്ടില്ല. പാലക്കാട്ട് തന്നെയുണ്ടോ? അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് SITയുടെ നീക്കങ്ങൾ? സുജയ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല പോലീസ് എന്നുള്ളതാണ്. ADGP കർശനമായിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കൃത്യമായ തെളിവുകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അറസ്റ്റിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റ് വേണ്ട, എവിടെയാണ് രാഹുൽ എന്നുള്ള കാര്യം ലൊക്കേറ്റ് ചെയ്താൽ മതി എന്നുള്ള നിർദ്ദേശമായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അത് മാറിക്കൊണ്ട് ഇപ്പോൾ അറസ്റ്റിന് നിർദ്ദേശം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ADGP ഇന്നലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. തെളിവുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച തെളിവെന്ന് പറയുന്നത് ഡോക്ടർമാരുടെ മൊഴി. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച്. കാരണം ഡോക്ടർമാരുടെ മൊഴിയിൽ പറയുന്നത് അശാസ്ത്രീയ ഗർഭചിത്രം നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം യുവതി തങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് യുവതിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. മാത്രമല്ല അമിതമായ രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു. ഈ മരുന്നുകൾ, ഏതൊക്കെ മരുന്നുകളാണ് കഴിച്ചതെന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജീവന് പോലും അപകടത്തിലാകുന്ന നിലയിലുള്ള മരുന്നുകളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരുടെ മൊഴി യുവതിയുടെ പരാതിയിലെ കാര്യങ്ങളെ സാധൂകരിക്കുന്നതാണ്. അതുകൂടാതെ ആശുപത്രി രേഖകൾ, ഒപ്പം തന്നെ മറ്റ് മെഡിക്കൽ രേഖകൾ, യുവതി ഹാജരാക്കിയിട്ടുള്ള മെഡിക്കൽ രേഖകളെല്ലാം തന്നെ പോലീസിന് ഇപ്പോൾ ഒരു വിശ്വാസയോഗ്യമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതാണ് സംസ്ഥാന വ്യാപകമായി ഒരു പരിശോധനയിലേക്ക് കടക്കാൻ വേണ്ടി ADGP നിർദ്ദേശം നൽകി. അതിന്റെ ഭാഗമായിട്ടാണ് ആ പരിശോധന പലയിടങ്ങളിലും നടക്കുന്നത്. കേരളം കൂടാണ്ട് കോയമ്പത്തൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടി പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതുകൂടാതെ രാഹുലിന്റെ ചില സുഹൃത്തുക്കൾ, ചില ബന്ധുക്കൾ, ഇതിനോടകം തന്നെ ചില ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉണ്ടെന്ന് പറയുന്നു, പാലക്കാട്ട് നിന്ന് പോയി എന്ന് പറയുന്നു, തിരുവനന്തപുരത്ത് കണ്ടു എന്ന് പറയുന്നു. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ തന്നെയുണ്ടോ MLA എന്ന ചോദ്യമാണ് ഉയരുന്നത്.